വിളിച്ചിട്ടുണ്ട്. നല്ല ട്രീറ്റ്മെന്റ് അതന്നെ. കാരണക്കുറ്റി വഴി കൊടുക്കുക, ഒറ്റ ഒന്ന് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു പ്രോഗ്രാമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ സപ്പോർട്ടിലൂടെ നമ്മുടെ പുതിയതായിട്ട് ഞങ്ങളുടെ അതിഥി സഞ്ജോളിയാണ്. സഞ്ജോളിയന് പ്രത്യേക ഒരു ലൈക്ക് കൊടുക്കണം. കാരണം വെച്ചാല് കൊല്ലത്തുനിന്നാണ്. കൊല്ലത്ത് ഞങ്ങള് ഇതിനു വേണ്ടിയിട്ട് എത്തിച്ചാണ്. അപ്പൊ കൊല്ലത്ത് ഞങ്ങൾ പുതിയ ആളിറക്കിയതാണ്. അപ്പൊ നമ്മളെ ബഷീർ ബഷിയാണ് ഇന്നത്തെ വിഷയം. ബഷീർ ബഷിയും സുഹാന ബഷീറും അതുപോലെ തന്നെ മഷൂറ ബഷീർ, ഇവരെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ടുകുടുംബത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ്. എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇവരെ കുറിച്ചിട്ട് അറിയാം. അതുപോലെ തന്നെ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കൂടിയുണ്ട്. കാരണം വെച്ചാൽ അവരെ ബ്ലോഗും അവരുടെ ഈ ഒരുപാട് കിച്ചൺ കാര്യങ്ങളും അതുപോലെ തന്നെ അവരെ കോമഡി എല്ലാം എനിക്ക് എന്നെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവരെ ഈ ഇപ്പൊ ഇത് വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം അസിക്ക് നിങ്ങളോടാണ് ചോദ്യം കേട്ടോ. വീഡിയോ വരാനുള്ള കാരണം നമ്മുടെ കുറെ യൂട്യൂബേഴ്സ്, വലുതും ചെറുതുമായ ഒരുപാട് യൂട്യൂബേഴ്സ്, പിന്നെ എല്ലാം മൊത്തത്തിൽ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് അവരെ കുറിച്ചിട്ട്. അവര് ഈ മറ്റേ വിഷമത്തോടെയാണ്, അവള് കരഞ്ഞോണ്ടാണ്, അങ്ങനെയാണ്, അങ്ങനെ വിഷമത്തിൽ ഇപ്പൊ ബഷീറും അവരും തെറ്റിപ്പോകുന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് കൂടുതലായി ചർച്ച ചെയ്തത്. പക്ഷെ ഇന്ന് അവർ ശരിക്കും അവർ ഫാമിലി ആയിട്ട് ഒരു വീഡിയോ വന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണ് അവരെ കുറിച്ചിട്ട്? എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബഷീറിയെ കുറിച്ച് ഞാൻ കുറെ നാളായിട്ട് അത്യാവശ്യം ഇടക്ക് ഫാമിലി അടക്കം ഇരുന്നവരെ പരിപാടികൾ കാണാറുണ്ട്. എന്റെ ഫാമിലിക്കൊക്കെ ഭയങ്കര കാര്യമാണ് അവര്, കാരണം നല്ല അഭിപ്രായമാണ്. പിന്നെ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് നമ്മൾ അധികം ഇറങ്ങി പോകാതിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഒരു കല്യാണം കഴിക്കലും 2 കല്യാണം കഴിക്കലും അവരുടെ മൗലികാവകാശം. അതിനെ കടന്നാക്രമിക്കാനോ അതിനെ കുറിച്ച് പരദൂഷണം പറയാനോ നമ്മൾ എന്തിനു പോകണം? അതിന്റെ ആവശ്യമില്ലല്ലോ. അവർ ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. അവർക്ക് പറ്റിയ ഒരു ലൈക്ക് കൊടുക്കുക, നല്ലൊരു കമന്റ് ഇടുക, സഭ്യമായ രീതിയിലുള്ള കമന്റ് ആയിരിക്കണം. പിന്നെ അവർക്ക് കുട്ടികൾ നോക്കുന്നതാണ്, അവരെ ഫാമിലിയിൽ നോക്കുന്നതാണ് വീഡിയോസ്. നമ്മൾ ഇടുന്ന കമന്റ്, ഇപ്പൊ ഞാനൊരു കമന്റ് തെറിക്കമന്റ് ഇട്ടെന്ന് വെച്ചോ, ഈ തെറിക്കമന്റ് ഇട്ട് വെച്ചിട്ട് എന്റെ മോളോ എന്റെ മക്കളോ ഫാമിലി മൊത്തം കാണുമല്ലോ. എന്റെ ഈ ഇന്നാണല്ലോ ഈ കമന്റ് വരുന്നത് എന്റെ. അപ്പൊ അളിയന്റെ അഭിപ്രായം എന്താണ്? സഞ്ജോളിന്റെ അഭിപ്രായം എന്താണ്? സഞ്ജോളിന് വീഡിയോ വീഡിയോ എനിക്ക് അവരെ പ്രോഗ്രാം ഇഷ്ടമാണ്. ഞാൻ കാണാറുണ്ട്. എനിക്ക് നല്ല ഇതാണ്. അസിസൊക്കെ പറഞ്ഞ കണക്ക് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഈ ഇവര് 2 കല്യാണം കഴിച്ചു. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ 2 കല്യാണം കൂടി അവൻ കഴിച്ചിട്ട് 2 ഭാര്യനോടും നീതി പുലർത്തുന്നുണ്ടെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായം? എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. കാരണം ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് 2ാമതൊരു കല്യാണത്തിൽ അദ്ദേഹം മുതിർന്നപ്പോൾ അദ്ദേഹത്തിന് 2 പേരെയും ന്യായമായ രീതിയിൽ, തുല്യമായ രീതിയിൽ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നുള്ള ഉറപ്പുകൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തത്. അത് ആദ്യത്തെ ഭാര്യയ്ക്ക് പരിപൂർണ്ണ സമ്മതമായിരുന്നു. അപ്പൊ ഇതിന് മറ്റുള്ളവരെ അസൂയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അവന്റെ കഴിവിന് അവർ 2 ഭാര്യനെ ഒരുമിച്ച് കൊണ്ടുപോകും. ഒരേ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അതിന് മറ്റവർക്ക് അത് പറ്റുന്നില്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഇത് മറ്റേ പ്രധാനങ്ങളില് അപ്പം വേറെ ഒരാളതിന് മറുപടി കൊടുത്ത് ആദ്യം അവനവന്റെ ഉൽപാദന ശേഷി ഉണ്ടോ എന്ന് പരീക്ഷിക്കുക, എന്നിട്ട് മതി മറ്റുള്ളവരുടെ സമയത്ത് കുതിര കയറുകയാണ്. അത് 12 മക്കളുടെ പ്രദേശം. പിന്നെ കാലത്ത് അടിച്ച് തിമിർത്തും ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ടാണ് ഈ 3-4 മക്കളുള്ളവരെ മെക്കിട്ട് വരാൻ പറ്റുന്ന പുള്ളി. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല പണ്ടേ ഇങ്ങനെ പറയും. അല്ലല്ല, അസൂയക്ക് ഇപ്പം മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല ട്രീറ്റ്മെന്റ് അതന്നെ. കാരണക്കുറ്റി വഴി കൊടുക്കുക, ഒറ്റ ഒന്ന് കൊടുത്താൽ മതി. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടില്ലല്ലോ ആളാ. നമ്മൾ കണ്ടുകിട്ടുന്ന ആളാണെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ശല്യം നോക്കും. സഞ്ജോളി എന്റെ വ്യക്തിപരമായിട്ട് അവരെ കുറിച്ചിട്ട് പറയുന്ന ആൾക്കാരോടും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വെറുതെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് വെറുതെ മനുഷ്യന്മാരെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആളെ റാഗടിപ്പിക്കുക, അവരോട് എന്ത് പറയാൻ? അവരവരുടെ കാര്യങ്ങൾ നോക്കുക, അവരെ ശല്യപ്പെടുത്താതെ അവര് ആർക്കും
അവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ അളിയന്റെ അഭിപ്രായം നിങ്ങളുടെ ഈ അസീസ് ഖാന്റെ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ്, പരമ പുച്ഛമാണ്. കൈ കെട്ടിക്കഴിഞ്ഞാൽ പിടപെടക്കണം എന്നുള്ള ഒരൊറ്റ അഭിപ്രായം എനിക്കുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അവരുടെ നല്ല വീഡിയോ കാണുക, അവർക്ക് പറ്റിയെങ്കിൽ ഷെയർ കൊടുക്കുക, സ്നേഹത്തോടെയുള്ള ഒരു കമന്റ് ചെയ്യുക. അത്രയും ചെയ്താൽ പോരെ ചങ്ങായിമാരെ. എന്നാൽ നിങ്ങൾക്കും കിട്ടൂലേ കമന്റും ലൈക്കൊക്കെ വാരി കോരിയിട്ട്. സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ആരും പുറകോട്ട് പോയിട്ടില്ല. എല്ലാവരും വിജയിച്ചിട്ടേ ഉള്ളൂ. വെറുതെ ആവശ്യമില്ല മറ്റൊരു ലൈഫിൽ കയറി. ഇപ്പൊ നമ്മളെ ഉദാഹരണത്തിന് നമ്മളെല്ലാ തൊഴിലും മുന്നോട്ട് നടന്നുകൊണ്ടേ ചെയ്യാം. പക്ഷെ പിറകോട്ട് നടന്നുകൊണ്ട് ചെയ്യുന്ന തൊഴിലുണ്ട്, അറിയോ? തൂമ്പാപ്പണി. അത് പിറകോട്ട് എന്ന് പറഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ അവര് പുറകോട്ട് പോകും. തുമ്പപ്പണി വെക്കുന്ന ആൾക്കാരുടെ അവസ്ഥയിലേക്ക് പോകും. അപ്പോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ എന്താക്കണ്ടേ? ബെല്ലൈക്കൻ മറന്നു പോകരുത്. തീർച്ചയായിട്ടും പതുക്കെ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് പോകും? സ്ക്രീന് പോകും. ഓക്കെ, ബൈ ബൈ.